പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വിഷു സ്പെഷ്യൽ അടയാണ്. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കോരി ഒഴിച്ച് നമുക്ക് എടുക്കാവുന്ന പരുവത്തിനാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം കുറച്ച് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ അടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കര പൊടിയാണ് ചേർത്തേക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചേർത്തേ. അല്ല നമ്മൾ മറ്റേ ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാനി കാച്ചി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കയും ചുക്കും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനി കാച്ചിയാണ് നമ്മൾ ചേർക്കണമെങ്കിൽ നമുക്ക് അടുപ്പത്തേക്ക് അത് പാനി കാച്ചിയതിന് ശേഷം നമ്മൾ ആ സമയത്ത് തേങ്ങയും നമ്മുടെ ഏലക്ക പൊടിച്ചതും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വാഴയില ഒന്ന് പീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ആദ്യം നമ്മൾ കലക്കി വെച്ചേക്കുന്ന നമ്മുടെ അരിമാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതുപോലെ ബാക്കിയെല്ലാം ഒന്ന് നമ്മുടെ ഇലയിലൊന്ന് ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇലയിലോട്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പം തന്നെ തയ്യാറാക്കാവുന്ന നമ്മുടെ അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.